കട്ടപ്പന ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. സമരത്തിന്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ SBIയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ 6 ശനിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വായ്പ നിഷേധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്ക് ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പ്രതിഷേധകരമാണ്. മുൻകാലങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും നിലവിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിൽ ബാങ്കുകൾ മത്സരിക്കുകയാണ്. ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. തന്നിഷ്ടപ്രകാരമുണ്ടാക്കി ഉപാധികൾ ചൂണ്ടിക്കാട്ടി വായ്പ നിഷേധിക്കുന്നത് മൂലം പാതി വഴിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനവുമായി വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പകൾ എല്ലാ ബാങ്കുകളും നിഷേധിക്കുന്ന സമീപനത്തിലേക്ക് പോവുകയാണ്. അത്തരം ബാങ്കുകൾക്കെതിരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തത്. നിലവിലെ ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വായ്പ നിഷേധിക്കുന്നത്. വായ്പ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ വായ്പയ്ക്കായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരടക്കം മാറിയിരിക്കുകയാണ്. ഇവിടെ മുൻകാലങ്ങളിൽ UPA ഭരണകാലത്തൊക്കെ പരമാവധി വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും എന്നാൽ ഇന്ന് എങ്ങനെ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാം എന്നുള്ളതിനകത്ത് ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികളാണ് ഓരോ ബാങ്കും മുമ്പിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉപാധികൾ നിമിത്തം പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇന്ന് നിലനിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ കർശനമായ നിബന്ധനകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക, നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക, വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക, ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. തുടർന്ന് ലോൺ നിഷേധിക്കുന്ന മറ്റ് ബാങ്കുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു, ജോമോൻ PJ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ അലൻ C. മനോജ്, ടിനു ദേവസ്യ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.